സോ കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 332. അങ്ങനെ ചാപ്റ്റർ 331 മുതൽ അവസാനത്തെ ഫൈനൽ ആർക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ മെയിൻ വില്ലൻ ആരാന്ന് റീഫീലും ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമില്ല, ലൂഷ്യസ് സോക്രട്ടീസ്. ജൂലിയസ് എങ്ങനെയാണ് ലൂഷ്യസ് സോക്രട്ടീസ് ആയത്? ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതുമായിരിക്കും. അതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ ലൂസിഫറിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാനാട്ടെ ശരീരം ഒന്നും അനങ്ങാൻ പറ്റാതെ കുറെ ചോര ഒലിപ്പിച്ചിട്ട് അവിടെ കിടക്കുവാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ലൂസിഫറാണ്, ഡെവിൾസിന്റെ തന്നെ രാജാവ്. എന്റെ പകുതി ശരീരം പോയെങ്കിലും എന്റെ മാജിക് പവർ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചതാണ്. പെട്ടെന്ന് നമ്മുടെ ലൂസിഫറുടെ ശരീരത്തിൽ നിന്ന് പുള്ളിക്കാന്റെ ഹൃദയം നേരെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള മാജിക് ഉള്ള ആർക്കാന്നറിയോ? അത് ഞങ്ങൾ മനുഷ്യർക്കാണ്. പിന്നെ നമ്മൾ ക്ലോവർ കിങ്ഡത്തിലേക്ക് പോകുവാണ്. 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടുണ്ട് സ്പേഡ് കിങ്ഡത്തിലെ ആ ഒരു വാർ കഴിഞ്ഞിട്ട്. ബ്ലാക്ക് ബോൾസിലെ നമ്മുടെ ആസ്റ്റയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒരു സെറിമണി തയ്യാറാക്കിയിരുന്നു. അങ്ങനെ അവിടേക്ക് നടന്നു പോകുവാണ് നമ്മുടെ ആസ്റ്റ. നിനക്ക് ഞങ്ങൾ ഒരു ടൈറ്റിൽ തരുവാണ്. സീനിയർ മാജിക് നൈറ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന ടൈറ്റിലാണ് നിനക്കിപ്പോ സ്വന്തമായിരിക്കുന്നത്. കീറനെ കാണാതായതുകൊണ്ടും പിന്നെ നിന്റെ ഇന്നസെൻസ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം കൊണ്ടാണ് ഇത്രയധികം ഈ ഒരു സെറിമണി വൈകിയത്. പക്ഷെ എന്നിട്ടും കുറെ അധികം ആൾക്കാർ നിന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ നീ ചെയ്ത കാര്യത്തിന് നിനക്ക് റിവാർഡ് കിട്ടണ്ടേ? അങ്ങനെ എല്ലാ ക്യാപ്റ്റൻസും നമ്മുടെ ആസ്റ്റയോട് പറയുന്നുണ്ട്, ആസ്റ്റ നീ നിന്റെ ഡ്രീമിന്റെ അരികിലേക്ക് എത്താറായിട്ടുണ്ട്. യൂണോ ഒരു ഗ്രാൻഡ് മാജിക് നൈറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നീയും ആ ഒരു പദവിക്ക് അർഹനാണ്. എങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. യൂണോ എന്നെ മറികടന്ന് അതിലെനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ ഒന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം വിസാർഡ് കിങ് ആണ്. അവിടെ ആകാൻ ആരാദ്യം ചെല്ലുമെന്ന് മാത്രം നോക്കിയാൽ പോരെ. അങ്ങനെ നമ്മുടെ വിസാർഡ് കിങ്ങിനെ കാണാത്ത ആ ഒരു ടോക്ക് അവിടേക്ക് വരുവാണ്. അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ എപ്പോഴത്തെ പോലെ വല്ലയിടത്തൊക്കെ ടൂർ പോയതായിരിക്കുമെന്നാണ്. നമ്മുടെ ഫുജി ലിയോണിനെ, നോസലിനെ, അതേപോലെ തന്നെ മറി ലിയോണിനെ അടുത്തൊരു വിസാർഡ് കിങ് ആവാൻ വേണ്ടിയുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അവരെല്ലാവരും അത് നിരസിക്കുമായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ആ ഡെവിൾസുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടക്കാണ് ഞങ്ങൾ എത്ര വീക്ക് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം നിരസിച്ച് കളഞ്ഞത്. അതുപോലെ നമ്മുടെ സ്പേഡ് കിങ്ഡം, ക്ലോർ കിങ്ഡം ഈ ഇടക്കാണ് സമാധാനം വീണ്ടും കണ്ടു തുടങ്ങിയത്. അതിനിടക്കും നമ്മുടെ ക്ലോർ കിങ്ഡത്തിലെ പല സ്ഥലത്തും ഡെവിൾസിന്റെ ആക്ടിവിറ്റീസും കണ്ടുപോകുന്നുണ്ട്. നമ്മുടെ യാമി അവിടേക്ക് നടന്നുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ആസ്റ്റയുടെ പരിപാടിക്ക് എല്ലാവരും വന്നല്ലോ, അതിനുവേണ്ടി. യാമിനെ കണ്ടതും നമ്മുടെ ഷാർലറ്റ് അവിടുന്ന് എടുത്തോടുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് നമ്മുടെ യാമി ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞ ഷാർലറ്റിന് ഇത് എന്നാ പറ്റി? സ്പേഡ് കിങ്ഡത്തിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഇവൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് എന്തെങ്കിലും അലമ്പായിട്ട് കാണിച്ചാ? കുറെ നാളായിട്ട് ഞാൻ ഇത് ചോദിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അന്ന് അവിടെ വെച്ച് നീ മരണക്കിടക്കെ കിടന്നപ്പോ അവളൊന്നും നീ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞല്ലേ? അതൊന്നും നീ ഓർക്കുന്നില്ലേ? യാമി കുറച്ചു നേരം ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ എടുത്ത് ഓടുകയും ചെയ്യും. എന്നിട്ട് യാമി പുള്ളിക്കാരെ ഫേവറേറ്റ് സ്പോട്ടിൽ പോയി ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഇതെങ്ങനെ ശരിയാകും? ഷാർലറ്റിന് ഇഷ്ടമാണെന്നോ? അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അവൾക്ക് എന്നെ വെറുപ്പല്ലേ? അങ്ങനെ അതിന്റെ അകത്തിരുന്നുകൊണ്ട് പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുവാണ്. അതേസമയം നമ്മുടെ സിസ്റ്ററിനെ കാണുന്ന ആസ്റ്റ അങ്ങനെ അത് തീരുമാനിച്ചിരിക്കുവാണ്. നെറോവാട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ട് പുള്ളിക്കാരന്റെ തലയിരിപ്പുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നോയലിനെ, അതേപോലെ മിമോസിനെയാണ്. അവരിങ്ങനെ കൺഫ്യൂഷൻ ചെയ്യുന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വട്ടടിച്ച് നിൽക്കാൻ നിർത്താൻ നെറോ അവിടേക്ക് വന്നിട്ട് ഈ കാര്യം അവരോട് പറയുന്നത്. അവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ച് കിടന്ന് വട്ട് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുകയാണ്. സത്യം പറഞ്ഞ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നെറോ പുള്ളിക്കാരി മനസ്സിൽ ചിരിക്കുവാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ആസ്റ്റ കൺഫ്യൂഷൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി പോകും. സിസ്റ്ററുമായിട്ട് ആസ്റ്റ അവിടെ നിൽപ്പുണ്ട്. സിസ്റ്റർ, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാവോ? എനിക്കിപ്പോൾ 18 വയസ്സുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളാം. സിസ്റ്ററാട്ടെ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ്. പക്ഷേ പുള്ളിക്കാരി പറയുന്നുണ്ട്, ആസ്റ്റ നന്ദിയുണ്ട്, പക്ഷേ നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞനിയനായിട്ടാണ്, എന്റെ സ്വന്തം അനിയൻ. അതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് ആസ്റ്റയുടെ മുഖത്ത് നോക്കി തന്നെ സിസ്റ്റർ പറയുന്നുണ്ട്. ഇത് കേട്ട് മിമോസെ, നോയലെ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കാൻ നമ്മുടെ ആസ്റ്റ കോൺഫിഡൻസോടെ തന്നെ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് എന്നിട്ടും എന്താ പറയുക, ഗിവ് അപ്പ് ചെയ്യാൻ കഴിയല്ലായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ വന്ന്. അതുകൊണ്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യും. എന്നിട്ട് ആ ചെറുതായിട്ടൊക്കെ കണ്ണൊക്കെ ഒന്ന് പുള്ളിക്കാരൻ വാടിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ വിസാർഡ് കിങ് ആകാൻ പോകുവാണ്, അത് എന്തായാലും കണ്ടുകൊണ്ടിരിക്കും. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യും, അതെനിക്കറിയാം നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന്, അതുകൊണ്ട് നീ അത് അച്ചീവ് ചെയ്യുന്നേക്കത് ഞാനിവിടെ ഇരിക്കും. എന്നാൽ ഇത് പറയുന്ന ടൈമിൽ ആരോ ഒരാൾ നമ്മുടെ ആസ്റ്റയുടെ സിസ്റ്ററിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. കൈ അടിച്ചുകൊണ്ട് നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ് ആസ്റ്റ, നീ നിന്റെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, നിന്നെ മുന്നോട്ട് ഞാൻ വിടത്തില്ല. സോ ലൂഷ്യസ് അങ്ങോട്ട് വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കുന്നതാണ് പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്.